ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ബ്രൗസ് ചെയ്യുന്നവരാണ്. ഈ ബ്രൗസ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഗൂഗിൾ ക്രോമാണ്. പല ആളുകളും ഈ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫേക്കായിട്ടുള്ള പല സൈറ്റിലും കയറി ഒരുപാട് ചതിക്കുഴികളിൽ പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ചതിക്കുഴികളിൽ പെടുന്നത് ഒഴിവാക്കാനായി ഗൂഗിൾ ക്രോം തന്നെ ഒരു സെറ്റിങ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയം നമുക്ക് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ കിട്ടും. നമ്മളിത് ജെന്യുവൻ ആയിട്ടുള്ള സൈറ്റാണോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ആയിട്ടുള്ളതാണോ എന്നുള്ളത് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതല്ല. നമ്മളൊരു പർട്ടിക്കുലർ സൈറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതേ പേരിൽ തന്നെ അതേപോലെയുള്ള ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഇപ്പോൾ സാധാരണ രീതിയിൽ കാണുന്നതാണ്. ഇത്തരം വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്ന നേരം ഇതേ പേരിൽ തന്നെ അതേപോലെയുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്നു. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇതൊക്കെ ഒരു തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ പല അബദ്ധങ്ങളിലും ഒരുപാട് പേര് ചെന്ന് ചാടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗൂഗിൾ ഇങ്ങനെയൊരു സെറ്റിങ്സ് ആഡ് ചെയ്തത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്താൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി എന്നുള്ളത് കാണാം. പ്രൈവസി എടുത്തു കഴിഞ്ഞാൽ അവിടെ യൂസ് SecureDNS എന്നൊരു ഓപ്ഷനുണ്ട്. അത് യൂസ് SecureDNS ഓൺ ചെയ്ത് വെച്ചാൽ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് യൂസ് യുവർ കറൻറ്റ് സർവീസ് പ്രൊവൈഡർ, അതായത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സർവീസ് പ്രൊവൈഡർ തന്നെ കണക്ട് ചെയ്യാം. അതിലെല്ലാ സമയത്തും എല്ലാ സൈറ്റിലും DNS കിട്ടുകയില്ല. DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവർ എന്നാണ്. നമുക്കിതെല്ലാ സമയത്തും കിട്ടുകയില്ല. ഇതിൽ നമ്മൾ രണ്ടാമത്തേതാണ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ചൂസ് അനദർ പ്രൊവൈഡർ. ഇത് ക്ലിക്ക് ചെയ്താൽ അതിൽ തന്നെ കസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ എൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓപ്ഷൻ കാണാം. കസ്റ്റം, ക്ലീൻ ബ്രൗസിംഗ്, ഗൂഗിൾ, ക്ലൗഡ് ഫ്ലയർ, ഇങ്ങനെയുള്ളൊരു 4 ഓപ്ഷൻ കാണാം. നമ്മൾ അതിലെടുക്കേണ്ടത് ക്ലൗഡ് ഫ്ലയർ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കുറച്ചും കൂടി നമുക്ക് സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്ന സമയം നമ്മുടെ വെബ്സൈറ്റിനെ മറ്റുള്ളവർ ട്രാക്ക് ചെയ്യപ്പെടുകയില്ല. വേറൊരാൾക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനും പറ്റുകയില്ല. നിങ്ങളിത് സെലക്ട് ചെയ്ത് ഗൂഗിൾ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.